അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന നമ്മുടെ സ്വർഗസ്ഥ പിതാവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. നമ്മെ തൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തുവാൻ മനുഷ്യ സാദൃശ്യത്തിൽ വെളിപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഏവർക്കും അറിയിക്കുന്നു. കർത്താവിൻ്റെ പാദാന്തികെ അടുത്തു വരുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമാണല്ലോ. നമുക്ക് മറ്റ് പ്രയാസങ്ങളില്ലാതെ ഇന്നത്തെ ക്ലാസ് നടത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ഇൻ്റർനെറ്റിൻ്റെ അല്പം ലഭ്യതക്കുറവുണ്ട്. കൂടുതലായ പ്രയാസങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ സ്ഥലം മാറിയിരുന്ന് നോക്കാം. നമ്മൾ എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളെയാണല്ലോ ആസ്പദമാക്കിക്കൊണ്ട് ദൈവസ്വരൂപം, ദൈവസാദൃശ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്നലെ മുതൽ പഠിക്കാൻ തുടങ്ങിയത്. നമ്മൾ കണ്ട കാര്യമാണ് 2-ാം അധ്യായം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെക്കുറിച്ചാണ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ മനുഷ്യൻ, ആദാമ്യ വർഗത്തിൽ പിറന്നവൻ, ഒന്നാം മനുഷ്യനായ ആദമിൻ്റെ വംശത്തിൽപ്പെട്ടവർ, മനുഷ്യൻ, നിയമിക്കപ്പെട്ട മനുഷ്യൻ. ഓക്കെ, ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കി നോക്കാം. എന്നിട്ടും പറ്റുന്നില്ല എങ്കിൽ ഞാൻ സ്ഥലം മാറാം. ഇപ്പോഴെങ്ങനെയുണ്ട്? ചിലപ്പോൾ ഒരല്പം കൂടെ കഴിയുമ്പോൾ അങ്ങ് നേരെയാകുമായിരിക്കും. അല്പം ഒന്ന് ഓടി ചൂട് പിടിക്കുമ്പോൾ അങ്ങ് റെഡിയാവും. അപ്പോൾ എബ്രായ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവസ്വരൂപവും ദൈവസാദൃശ്യവും അത് വേദപഠിതാക്കൾക്കിടയിൽ വളരെ ചൂടുപിടിച്ച ചർച്ചകൾ നടത്തുന്ന, ഇതെന്തല്ല എന്താണ് എന്നൊക്കെ ചർച്ചകൾ നടക്കുന്ന ഒരു വിഷയമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാറണോ? കുഴപ്പമില്ല. ഓക്കെ, സ്തോത്രം. ഓക്കെ, അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ബൈബിൾ സ്കൂളുകളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് സംവാദങ്ങളും ചർച്ചകളും അസൈൻമെന്റ്സും തീസിസും ഒക്കെ നടക്കാറുണ്ട്. നമ്മൾ ആ നിലയിലുള്ള ഒരു ഒരു സ്കോളർലി തിയോളജിക്കൽ ഡീപ്പ് സ്റ്റഡിക്ക് വേണ്ടിയല്ല ഇവിടെ ഒരുങ്ങുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നാൽ ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിക്ക് വേദപുസ്തകം
വിശ്വസിക്കുന്ന ഒരാളിന്, വേദപുസ്തകം അറിയുന്ന ഒരാളിന് അത്യാവശ്യം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വളരെ ലളിതവും സാധാരണവുമായ ഒരു കാര്യം മാത്രം പറഞ്ഞ് ആ ഭാഗം വിടാനാണ് ആഗ്രഹിക്കുന്നത്. സ്വരൂപം, സാദൃശ്യം. അതിൻ്റെ മൂലവാക്കുകളിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് സാദൃശ്യവും ബാഹ്യമാണോ, ഭൗതിക ശരീരമാണോ, ശാരീരികമാണോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ആയിരിക്കാൻ സാധ്യതയുണ്ടോ? അക്ഷരീകവും ബാഹ്യവും ശാരീരികവും ഭൗതികവും ആകാൻ സാധ്യതയുണ്ടോ? അതായിരിക്കുമോ ഈ ദൈവസ്വരൂപം, ദൈവസാദൃശ്യം എന്നുള്ളത്? നമുക്കറിയാം. പറഞ്ഞാട്ടെ ജോച്ചാൻ എന്താ പറയാമെന്ന്. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ല. അതിന് സാധ്യതയില്ല. അല്ല, അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ മോശ മരുഭൂമി ചോദിച്ചപ്പം മോശയെങ്കിലും ഒന്ന് കാണിക്കേണ്ടതായിരുന്നല്ലോ. അവിടെ രൂപമൊന്നും കണ്ടില്ല എന്നല്ലേ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതാണ് ശരി. കാരണം ദൈവത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവം ആത്മാവാകുന്നു എന്നാണ്. നമുക്കറിയാം, യേശു കർത്താവ് തന്നെ ശമരിയക്കാരത്തി സ്ത്രീയോട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ദൈവം അല്ലെങ്കിൽ പിതാവ് ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആരാധിക്കേണ്ടതും ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ജോച്ചായനും ജോക്കുട്ടിച്ചാനും പറഞ്ഞതുപോലെ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളോട് സംസാരിച്ചപ്പോൾ രൂപമൊന്നും കണ്ടില്ലല്ലോ എന്ന് എടുത്ത് പറയുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാവുന്ന വാക്യമാണെങ്കിലും യോഹന്നാൻ 4:24 വാക്യം വായിക്കാം. 4:24 ജോൺ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്തോത്രം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആവർത്തന പുസ്തകം ഡ്യൂട്ടറോണമി ചാപ്റ്റർ 4 അതിന്റെ 15-ാമത്തെ വാക്യം 4:15. Therefore, watch yourselves very carefully, since you saw no form on the day that the Lord spoke to you at Horeb, out of the midst of the fire. Praise God. Be very much cautious. When God spoke to you through fire or in the midst of the fire, you didn't see any form of God. നന്നായി സൂക്ഷിച്ചുകൊള്ളുവീൻ. യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും സ്ഥൂലമായ ഒരു രൂപം കൽപ്പിക്കുന്നത് വചനവിരുദ്ധമാണ്.
എന്തെങ്കിലും അക്ഷരീയമായ ഒരു ശരീരം ദൈവത്തിന് കൽപ്പിക്കുന്നത്, ഒരു രൂപം കൽപ്പിക്കുന്നത് നിഷിദ്ധമാണ്, വിലക്കപ്പെട്ടതാണ്, അത് പാടില്ലാത്തതാണ്. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സ്തോത്രം, ആകാശത്തിലോ ഭൂമിയിലോ കാട്ടിലോ വെള്ളത്തിലോ ഇങ്ങനെ എങ്ങുമുള്ള യാതൊന്നിൻ്റെയും രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്. യാതൊന്നിൻ്റെയും രൂപം നിങ്ങൾ ഉണ്ടാക്കരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ദൈവത്വത്തിനെതിരായിട്ട് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്നത്, ഏറ്റവും വലിയ പാപം എന്നത് വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയാണ്. Idolatry. Idolatry is the most serious sin human beings commit against God, God's deity. അതിനെ സംബന്ധിച്ച് പൗലോസ് ലീഹ റോമാലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രയോഗം നമുക്കവിടെ കാണാം. റോമാലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് നോക്കാം. 123 Romans. And exchange the glory of the immortal God for images resembling mortal man and birds and animals and creeping things. See, God is immutable and majestic or glorious. ദൈവം അക്ഷയനാണ്, തേജോമയനാണ്. അക്ഷയനും തേജോമയനുമായ ദൈവത്തിൻ്റെ രൂപത്തെ മനുഷ്യൻ വിഗ്രഹാരാധനയിലൂടെ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജന്തു എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളയുന്ന ഭീകരമായ പാപമാണത്. We cannot compare our God with anything in this universe. Nothing is in the world which is not created. ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ടതല്ലാത്തത് ഒന്നുമില്ല, സകലവും സൃഷ്ടിക്കപ്പെട്ടവയാണ്. സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശ്വരമാണ്, മ്യൂട്ടബിൾ ആണ്. മ്യൂട്ടിലിറ്റി. സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം ക്ഷയമുള്ളതാണ്. അതൊന്നും നിത്യമല്ല. അങ്ങനെ നിത്യമല്ലാത്തതും ക്ഷയമയമായതും തേജസ്സില്ലാത്തതുമായ ഈ പ്രപഞ്ചത്തിലെ എന്തിനോടെങ്കിലും ദൈവത്തെ ഉപമിക്കുക എന്നത് വളരെ ഹീനമായ പ്രവൃത്തിയാണ്, പാപമാണ്. ദൈവം അത് പൊറുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്, ദൈവത്തിൻ്റെ ദൈവത്വത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ പാപമാണ് വിഗ്രഹാരാധന എന്നുള്ളത്. ഇപ്പം വീഡിയോ ഓൺ ചെയ്തപ്പോൾ കേൾക്കാൻ പ്രയാസമുണ്ടോ? കുഴപ്പമില്ല. പക്ഷേ വിഗ്രഹം ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞത് ശരിയാണ്. എന്നിരുന്നാലും 1-ാം അധ്യായം ഉൽപ്പത്തി പറയുന്ന 26-27 വാക്യവുമായിട്ട് ചിന്തിക്കുമ്പോൾ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധമില്ലേ? അതിലോട്ടല്ലേ നമ്മൾ വരുന്നേ, അതല്ലേ നമ്മൾ പഠിക്കുന്നേ, അതാ നമ്മൾ നോക്കുന്നേ.
ഓക്കെ ഓക്കെ. ആ. അപ്പം ദൈവത്തിന് ഒരു രൂപം കൽപ്പിക്കാൻ പറ്റില്ല. വി കനോട്ട് ഇമാജിൻ എ ഷേപ്പ് ഫോർ ഗാഡ്. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഷേപ്പുകളെല്ലാം ഈ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള എന്തിൻ്റെയെങ്കിലും ഒക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള യാതൊന്നിനോടും സ്രഷ്ടാവായ അക്ഷയനായ തേജസ്സുള്ള ദൈവം താരതമ്യപ്പെടുത്തപ്പെടുന്നില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾക്ക് തിരുനിവാസം അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം വസിക്കുന്ന ഇടമായ അതിവിശുദ്ധ സ്ഥലത്തെ ചില ക്രമീകരണങ്ങൾ ദൈവം ഒരുക്കാൻ പറഞ്ഞപ്പോഴും അവിടെ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന യാതൊന്നും തന്നെ ഇല്ല. പെട്ടകമുണ്ട്, പെട്ടകത്തിനകത്ത് ഇട്ടുവെച്ച ചില വസ്തുക്കളൊക്കെ ഉണ്ട്. അത് നമ്മൾ എബ്രായ ലേഖനം തുടർന്നുള്ള അധ്യായങ്ങളിൽ അതിലെന്തൊക്കെ ഉണ്ടെന്നൊക്കെ പഠിക്കുന്നുണ്ട്. കൂടാതെ കെരൂബുകളുണ്ട്. പക്ഷേ കെരൂബ് പോലും ദൈവത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നവയല്ല. സ്തോത്രം. സ്വർഗത്തിലെ സകല വസ്തുക്കളെയും ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തു, സ്വർഗത്തിലെ എല്ലാറ്റെയും. അതുകൊണ്ടാണ് നാം കാണുന്നത്, ഞാൻ നിനക്ക് പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം തന്നെ എല്ലാം ഉണ്ടാക്കണം. എല്ലാം ഉണ്ടാക്കി, പക്ഷേ ദൈവത്തെ മാത്രം അവരുണ്ടാക്കിയില്ല. ദൈവത്തിൻ്റെ യാതൊരു രൂപവും അവർ കണ്ടില്ല. ഇസ്രായേൽ മക്കളും കണ്ടില്ല, മോശയും കണ്ടില്ല. അതുകൊണ്ടാണ് മുമ്പേ ജയകുട്ടിച്ചാൻ പറഞ്ഞതുപോലെ പുറപ്പാട് 33 അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ 17 മുതൽക്കുള്ള വാക്യങ്ങളിൽ മോശ ദൈവത്തോട് പറഞ്ഞത്, എന്നോട് നിനക്ക് കൃപയുണ്ടെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ. അപ്പൊ ദൈവത്തെ അങ്ങനെ ഒന്ന് കാണാനായിട്ട് മോശയും ആഗ്രഹിച്ചു. സ്തോത്രം. ഇപ്പോഴും നമുക്ക് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആകാരത്തെ, ആകൃതിയെക്കുറിച്ച് യാതൊരു വിധമായ സൂചനകളും ഇല്ല. ദൂതന്മാരെ പോലെയാണോ? അല്ല. കെരൂബുകളെ പോലെയാണോ? അല്ല. എന്നാൽ ശരീരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യമേ നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ പറ്റൂ. കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ എന്ന ഒരു പ്രയോഗം. യേശുക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന ഒരു സാധ്യത നമ്മൾ അതേ സംബന്ധിച്ച് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങൾ വന്നപ്പോൾ പഠിച്ചതായിരുന്നു. ഓർമ്മ കണ്ടേക്കും ഒരുപക്ഷെ. നാം ദൈവത്തെ പോലെയാകും എന്ന ഒരു പ്രയോഗം. ദൈവത്തിൻ്റെ തേജസ് പ്രാപിക്കും എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. 1 പത്രോസ് 5:10 നാം കാണുന്നത് നാം അവൻ്റെ നിത്യ തേജസ് പ്രാപിക്കുവാനിരിക്കുന്നവരാണെന്നൊക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ ദൈവത്തെ പോലെ ആകുമെന്നോ അങ്ങനെയുള്ള പ്രയോഗങ്ങളെക്കാൾ നമുക്ക് ഉള്ള സൂചനകൾ നാം പുനരുത്ഥാനം ചെയ്ത, തേജസ്കരിക്കപ്പെട്ട, സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ പോലെയാകും എന്നുള്ളതാണ്
നമുക്കുള്ള സൂചന. അതിന് കാരണം നമ്മൾ അന്ന് പഠിച്ചിരുന്നു. യേശുക്രിസ്തുവാണ് ശരീരത്തിൽ വെളിപ്പെട്ട ദൈവം, ദേഹത്തിൽ വെളിപ്പെട്ടത്. യേശു സ്വീകരിച്ച ജഡം, യേശു സ്വീകരിച്ച ശരീരം, അത് ദൈവത്തിൻ്റെ ശരീരമല്ല. അത് ദൈവത്തിൻ്റെ ശരീരമല്ല. അത് നമ്മുടേതിനോട് സമാനമായ ശരീരമാണ്. വീഴ്ച വന്ന മനുഷ്യന്റെ പാപ സാദൃശ്യത്തിൽ യേശു വന്നു. സ്തോത്രം. പാപം നിമിത്തവും പാപത്തിൻ്റെ സാദൃശ്യത്തിലും യേശു വന്നു എന്നാണല്ലോ നാം വായിക്കുന്നത്. റോമർ 8:3 വാക്യം നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഒന്നും കൂടെ വായിച്ചാട്ടെ. റോമൻസ് 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ നമ്മൾ പല പ്രാവശ്യം ആ കാര്യം പഠിച്ചിട്ടുണ്ട്. ജീസസ് വാസ് മാനിഫെസ്റ്റഡ് നോട്ട് ഇൻ ദ സിൻഫുൾ ഫ്ലഷ് ബട്ട് സിംപ്ലി ഇൻ ദ ഇമേജ് ഓഫ് സിൻഫുൾ ഫ്ലഷ്. ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും, യേശുക്രിസ്തു പാപജഡത്തിലല്ല വെളിപ്പെട്ടത്, പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലാണ് വെളിപ്പെട്ടത്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു വെളിപ്പെട്ട ശരീരം ദൈവത്തിൻ്റെ ശരീരമല്ല. മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു പാപിയായ മനുഷ്യന്റെ പാപജഡത്തിന്റെ സാദൃശ്യം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. അതുതന്നെയാണ് നാം കെനോസിസ് തിയറിയിലും കാണുന്നത്. തന്നെത്താൻ ഒഴിച്ചു എന്ന സിദ്ധാന്തത്തിൽ ഫിലിപ്പിയർ 2:6 മുതൽക്കുള്ള വാക്യങ്ങളിൽ, അതും കൂടെ പരിചയമുള്ളതാണെങ്കിലും വായിച്ചാട്ടെ. ഫിലിപ്പിയൻസ് 2:6 ഫോളോയിങ്. ഫിലിപ്പിയൻസ് 2:6. അവൻ Yeah. ദൈവരൂപ 2:6. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. 2-ാം അധ്യായത്തിന്റെ 6 മുതൽ. ഞാൻ തിരിച്ചാണ് പറഞ്ഞത്. ഫിലിപ്പ് ലേഖനം 2:6 മുതൽക്കുള്ള വാക്യങ്ങളിലാണ്, നമുക്ക് മനഃപ്പാഠമായ വാക്യങ്ങളാണല്ലോ. യേശുക്രിസ്തു തന്നെത്താൻ ഒഴിച്ചു, ദൈവരൂപത്തിലിരുന്നു. ആ രൂപം നമുക്കറിയില്ല, ദൈവരൂപം, ദൈവസ്വരൂപം. നമ്മൾ അങ്ങ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നമ്മൾ അവനോട് സദൃശന്മാരാകും എന്നറിയുന്നു. സ്തോത്രം. അപ്പോൾ ആ ദൈവസ്വരൂപം, ദ ഒറിജിനൽ ഗോഡ്ലി ഫോം, ദൈവത്തിൻ്റെ ആ സ്വരൂപം, യേശു കർത്താവ് ആയിരുന്ന ദൈവത്തിൻ്റെ ആ സ്വരൂപം ഉരിഞ്ഞു വെച്ചിട്ടാണ് മനുഷ്യ സാദൃശ്യത്തിലായത്, ദാസരൂപമെടുത്തത്, മനുഷ്യവേഷം ധരിച്ചത്. അതുകൊണ്ടാ ഭക്തൻ പാടിയത്, വേഷത്തിൽ മനുഷ്യനായി കാണപ്പെട്ടോനെ. സ്തോത്രം.
എന്നാൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ദൈവം ആത്മാവാണ്, ദൈവം ആത്മസ്വരൂപിയാണ്. ദൈവത്തെ അക്ഷരീയമായ ഒരു ഭൗതിക ശരീരം കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുകയില്ല. ദൈവം സ്ഥൂലരൂപിയോ ശാരീരികനോ അല്ല. ദൈവം സൂക്ഷ്മരൂപിയും ആത്മരൂപിയും, സ്തോത്രം, പിന്നെ അദൃശ്യനും അക്ഷയനുമാണ്. സ്തോത്രം. അപ്പോൾ ആത്മരൂപിയാണ്, ആത്മാവാണ്. യെസ്, ഓഫ് കോഴ്സ്. God is not a സ്ഥൂലരൂപി, a one with a physical body which can be seen and be touched, just as we are. നമ്മെപ്പോലെ കാണാനും തൊടാനും ഒക്കെ കഴിയുന്ന സ്ഥൂലരൂപിയല്ല ദൈവം. നമ്മൾ സ്ഥൂലരൂപികളായതുകൊണ്ട് നമുക്ക് ഇരിക്കാൻ, നിൽക്കാൻ ഒക്കെ സ്ഥലം വേണം. We need space because we are physical. We are of material body. But God is spirit, and therefore God doesn't need such a place or space as we need. നമുക്ക് താമസിക്കാൻ, നമുക്ക് നിൽക്കാൻ, നമുക്ക് ഇരിക്കാൻ ഒക്കെ സ്ഥലം വേണം. കാരണം നമ്മൾ സ്ഥൂലരൂപികളാണ്. മെറ്റീരിയൽ ആൻഡ് ഫിസിക്കൽ ബോഡി നമുക്കുണ്ട്. ദൈവത്തിന് അങ്ങനെയില്ല. അതുകൊണ്ടാണ് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞത് ദൈവത്തിന് സ്വർഗത്തിൻ്റെ പോലും ആവശ്യമില്ല എന്ന്. കാരണം ദൈവത്തിന് അങ്ങനെ വസിക്കാൻ ഒരു സ്ഥലത്തിൻ്റെ, ഒരു ഇടത്തിൻ്റെ ആവശ്യമില്ലാത്തവനാണ്. സ്തോത്രം. പിന്നെ സ്വർഗം എന്നൊക്കെ പറയുന്നത് ദൈവത്തിന് വസിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയ ഒരു സ്ഥലമൊന്നുമല്ല. സൃഷ്ടികളിൽ നിന്നും സ്രഷ്ടാവ് മാറി നിൽക്കുന്നു, വ്യത്യസ്തനാണ് എന്ന് കാണിക്കുന്നതിനായിട്ടുള്ള ഒരു പ്രയോഗമാണത്. അല്ലാതെ ദൈവം സ്വർഗമെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു എന്നല്ല. ദൈവത്തിന് അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആത്മരൂപിയും സൂക്ഷ്മരൂപിയും അദൃശ്യനും അക്ഷയനുമായ ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ബാഹ്യമായ, ശാരീരികമായ, സ്ഥൂലമായ ഒന്നല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും വ്യക്തമാണോ? അന്നേരം പാസ്റ്ററെ, ഈ യേശുവിന് വരുംകാല നിത്യതയിലും ആ ഭൂമിയിൽ വന്ന അതേ ശരീരം തന്നെ ഇല്ലയോ? നമുക്കും ഇതുപോലുള്ള ശരീരം തന്നെ ഇല്ലയോ? തീർച്ചയായിട്ടും. യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വം അല്പകാലത്തേക്ക് മാത്രമായിരുന്നില്ല. കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ ശരീരം ഇപ്പോഴും കർത്താവിനുണ്ട്. നമ്മളത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം മുതൽ പഠിച്ചിരുന്നു. കുത്തിയിട്ടും അവർ, റോമക്കാരാകട്ടെ യഹൂദന്മാരാകട്ടെ, കുത്തിയവങ്കിലേക്ക് നോക്കും. അവർ കുത്തിയവനാണ്, കുത്തിയിട്ടുള്ളവനാണ് ഇവനെന്ന് അന്ന് അവർക്ക് തിരിച്ചറിയണമെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ ആ മുറിപ്പാടുകൾ ഉണ്ടാവണം.
വെളിപ്പാട് 1:7. വെളിപ്പാട് 5-ാം അധ്യായം, അവിടെ നമ്മൾ കാണുന്നു ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടു. I saw a lamb slain. അതും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. വെളിപ്പാട് 1:13 തൊട്ടുള്ള വാക്യങ്ങൾ, റെവലേഷൻ 1:13 ഫോളോയി. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ യോഹന്നാൻ പറയുന്നു, മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവനെ ഞാൻ കണ്ടു. അതിൻ്റെ 17-18 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് വ്യക്തതയോടെ പിന്നെ കാണുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ കായ പ്രദർശനമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. സപ്തകായ പ്രദർശനമൊക്കെ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചായിരുന്നു. യേശുവിന്റെ തലമുടി, മുഖം, കണ്ണ്, വായ്, കാല്, കയ്യ്, തൻ്റെ മാറ്, ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ശരീര പ്രദർശനം, കായ പ്രദർശനം. കായ എന്ന് പറഞ്ഞാൽ ശരീരം. സപ്തകായ പ്രദർശനം. അവിടെ നിന്ന് വീണ്ടും വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവാണല്ലോ 11 മുതൽ 16 വരെ. Revelation 19:11-16 is the second advent of Christ upon this earth. ഈ ഭൂമിയിലേക്കുള്ള കർത്താവിന്റെ രണ്ടാമത്തെ വരവ. അവിടെയും നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരത്തോടു കൂടിയാണ്. തലയിൽ വെച്ചിരിക്കുന്ന രാജമുടികൾ, കിരീടങ്ങൾ, കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇരുമ്പ് ദണ്ട്, മുഖം, ഇങ്ങനെയെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരം ഇപ്പോഴും കർത്താവിനുണ്ട്. ചിലർ തെറ്റായിട്ട് ധരിക്കാറുണ്ട്, യേശു സ്വർഗത്തിലേക്ക് പോയപ്പോൾ അതിവിടെ ഇട്ടിട്ടാ പോയതെന്ന്. ഇവിടെ ഇട്ടിട്ട് പോയെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണണമായിരുന്നത്. ഇവിടെങ്ങ് ഇല്ല. എന്നിട്ടുകൂടെ ആൾക്കാര് തലയിൽ തറച്ച മുള്ള ഇത് അതിൻ്റെ ഒരെണ്ണം അടന്നു കിടന്നതാണെന്നും പറഞ്ഞ് എടുത്തു വെച്ച് പൂജിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അങ്ങനെ എങ്ങാനും ആ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ പോലെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ലായിരുന്നു അതിൻ്റെ കാര്യം. യേശുവിനെ ചുറ്റിയിരുന്ന ശീലയാണെന്നും തലയിൽ ചുറ്റിയിരുന്ന റൂമാല് വേറെ എടുത്തു വെച്ചു അതാണിതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് അവിടെ ഇവിടെയൊക്കെ തുണി വെച്ചുകൊണ്ടിരിക്കുന്നു, തടി വെച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ 2 സഭയോടെ ഉണ്ടായേനെ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ കർത്താവിന്റെ ജഡശരീരം ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, അത് കൊല്ലപ്പെട്ടു. ആ അക്ഷരീക ശരീരത്തെ ശിഷ്യന്മാർ, യോസേഫും യോഹന്നാനും നഥനയേലുമൊക്കെ ഉൾപ്പെടെയുള്ള ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ശീലകളിൽ പൊതിഞ്ഞ് സുഗന്ധവർഗമൊക്കെ യഹൂദ മര്യാദ പ്രകാരമിട്ട് കല്ലറയിൽ വെച്ചു. കല്ലറ അടച്ചു. നമ്മൾ സാധാരണ കേൾക്കുന്നത് പോലെ റോമൻ ഇമ്പീരിയൽ മുദ്ര കൊണ്ട് അത് മുദ്ര വെച്ചു. റോമൻ പട്ടാളക്കാരെ കാവലാക്കി 24 മണിക്കൂറും സന്ധിരി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കൊണ്ടുവച്ച ശരീരം അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ആ ശരീരത്തോടു കൂടെയാണ് 40 നാളുകൾ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത്. ആ ശരീരത്തോടു കൂടെയാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയത്. അങ്ങനെ പോകുന്നവനായി യേശുവിനെ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്നാണ് അപ്പോസ്തലപ്രവൃത്തികൾ 1:11 ശിഷ്യന്മാർക്ക് ദൂത സന്ദേശം ലഭിച്ചത്.
So the very physical body in which Jesus was born and lived, that the same physical, literal body was crucified. The same body died. That was buried. And the burial place, the tomb, was even closed, sealed, and even sealed with Roman imperial seal. And also, mighty Roman soldiers were guarding the tomb. But we know the same buried body was resurrected, and that was transformed. And with that resurrected and transformed body, Jesus appeared to his disciples for 40 days and nights after his resurrection. With the same body, he was ascended. With the same body, he is now in the heavenly places at the right hand of the Majesty. And Acts 1:11, angels informed the disciples that as they saw this Jesus ascending into the heaven, they will see him coming back. That means Jesus will have a physical return to this earth. And still Christ is having that physical body and will continue to have that. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ നിത്യതയുടെ തേജസ്സിനു പോലും മായ്ക്കുവാൻ കഴിയാത്തതുപോലെയുള്ള പഞ്ചമുറിവുകൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിത്യതയിലും നമുക്ക് കാണാം. അത് യേശുക്രിസ്തുവിൻ്റെ നമുക്കായുള്ള ക്രൂശ് മരണത്തെ നിത്യത മുഴുവനും ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നിത്യതയിൽ നമ്മൾ പാടുന്ന പാട്ട് വെളിപ്പാട് 5:9 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കുഞ്ഞാടിന്റെ പാട്ട്, ദ സോങ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടേ നീ യോഗ്യൻ. എന്താണ് നിന്റെ യോഗ്യത? നീ അറുക്കപ്പെട്ടതാണ് നിന്റെ യോഗ്യത. എന്താണ് കുഞ്ഞാടേ നിന്റെ യോഗ്യത? നിന്റെ രക്തം ചീന്തിയതാണ് യോഗ്യത. കുഞ്ഞാടേ, കുമ്പിടുവാൻ എന്തുകൊണ്ടാണ് അങ്ങ് യോഗ്യനായിരിക്കുന്നത്? അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെയൊക്കെ ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്നൊക്കെ പിതാവായ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. വീണ്ടെടുപ്പ്. സ്തോത്രം. ആ ഭാഗം പറയുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പാട്ടാണല്ലോ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിൺദൂതർക്കും പാടാൻ അസാധ്യമേ അത്. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ എന്നുള്ള ആ പാട്ടിന്റെ അവസാനത്തെ ചരണമാണല്ലോ. എന്താണ് ആ വീണ്ടെടുപ്പിന്റെ ഗാനം? ദൂതന്മാർക്ക് പോലും പാടുവാൻ അസാധ്യമായിട്ടുള്ള ആ ഗാനം. കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹം എൻ ഗാനമേ. കാൽവരിഗിരിയിൽ കാൽകരം തുളച്ച കുഞ്ഞാടാം പ്രിയനിൻ സ്നേഹമൻ ഗാനമേ. അത് നമ്മൾ നിത്യത മുഴുവനും പാടിക്കൊണ്ടിരിക്കും. സ്തോത്രം. വെളിപ്പാട് 22:3 വാക്യത്തിന്റെ അവസാനവും 4 വാക്യത്തിന്റെ തുടക്കവും പറയുന്നത് പോലെ അവന്റെ ദാസന്മാർ ആരാധിക്കും. സ്തോത്രം. അവർ അവന്റെ കാണും. Praise God.
സ്തോത്രം. ഈ ഭൂമിയിൽ വിയർക്കുന്ന, കരിവാളിക്കുന്ന, ഒരുപക്ഷെ ജീവനോടിരിക്കെ തന്നെ പുഴു പിടിക്കുന്ന, കൃമിക്കുന്ന ശരീരമുള്ളവരുടെ അല്പം തിളക്കമുള്ള ത്വക്ക് കണ്ടാൽ, ഒരല്പ സൗന്ദര്യമുള്ളവരെ കണ്ടാൽ, ഒരു കുഞ്ഞായിക്കോട്ടെ, നമ്മൾ കണ്ണുപറിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിനെ നമ്മുടെ മുമ്പിൽ കിട്ടിയാൽ കണ്ണുപറിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. എങ്കിൽ നമ്മുടെ കർത്താവിനെ നാം ഇങ്ങനെ കാണുമ്പോൾ നാം അവനെ നോക്കിക്കൊണ്ടേയിരിക്കും, കൊതി തീരത്തില്ല. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് വെളിപ്പാട് 4-ാം അധ്യായത്തിൽ 24 മൂപ്പന്മാർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ? സിംഹാസനങ്ങളിൽ നിന്നും ഇറങ്ങി താഴെ ഇരുന്ന് തലയിൽ തന്നിരിക്കുന്ന കിരീടങ്ങളൊക്കെ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ച് നമ്മൾ അവനെ കുമ്പിട്ട് സാഷ്ടാംഗം പ്രണമിക്കും. സ്തോത്രം. നമ്മുടെ നെറ്റിയും ചുണ്ടും അവന്റെ പരിശുദ്ധ പാദങ്ങളെ പുൽകും. ഇപ്പൊ കർത്താവിന് ഇപ്പോഴും നിത്യത മുഴുവനും ആ ശരീരം ഉണ്ടായിരിക്കും. ആ ശരീരം നഷ്ടപ്പെടുന്നില്ല. സ്തോത്രം. അങ്ങനെ ഒരു ശരീരം യേശുവിനുള്ളത് കൊണ്ടും അത് നമ്മുടേതിന് സമാനമായിരുന്നതുകൊണ്ടും നമ്മളും കർത്താവിനെ പോലെ യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട സ്വരൂപത്തോട് അനുരൂപരാകും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. എന്നാൽ ദൈവത്തെ പോലെ നമ്മളാകുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെത്തും പിടിയും കിട്ടത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു രൂപം ദൈവത്തിൻ്റെത് കണ്ടിട്ടില്ല. നമുക്ക് ഇത്ര മാത്രമേ അറിയാവൂ,